പഞ്ചുരുളിയും ഗുളികന്മാരും ബ്രഹ്മരക്ഷസും. ഇതൊരു സ്പോയിലർ വീഡിയോ അല്ല, ജസ്റ്റ് ഇവരും കാന്തരായിട്ടുള്ള ബന്ധം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ശിവൻ ഭൂമിയിൽ തപസ് ചെയ്യാൻ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. ഇതിന് ചുറ്റും പാർവതി ഒരു പൂങ്കാവനം നിർമ്മിക്കുന്നു. അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട ദേവതയാണ് പഞ്ചമി ദേവി അഥവാ വരാഹി പഞ്ചമി ദേവി. സിനിമയിലെ പഞ്ചുരുളി ഫസ്റ്റ് പാർട്ടി നായകന്റെ ഉള്ളിൽ കയറുന്ന ദേവതയാണ് പഞ്ചുരുളി. ഇനി ഗുളികന്മാരിലേക്ക് വരുമ്പോൾ ഗുളികന്റെ പല ഫോംസ് ഈ മൂവി പറയുന്നുണ്ടെങ്കിലും ഗുളികന്മാർ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഒരാൾ തന്നെ പല ഭാവങ്ങളിൽ കാണിക്കാനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശത്രു നിഗ്രഹമാണ് ഗുളികന്റെ ഒരു ഒബ്ജക്റ്റീവ്. കാന്താര നശിക്കാൻ പോവാന്ന് അറിയുമ്പോഴാണ് ഗുളിക വരിക. ഇവരെ കൂടാതെ ബ്രഹ്മരക്ഷസും കാന്താരയിലുണ്ട്. പക്ഷെ കാന്താരയിലെ പ്രശ്നങ്ങളൊന്നും ബ്രഹ്മരക്ഷസ് ഇടപെടത്തില്ല. കാര്യം പുള്ളി ഒരു വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഇവരെ കൂടാതെ അവിടെ ഉള്ളത് മായാരൂപനും പുലിദൈവമാണ്. പുലിദൈവം എന്ന് പറയുന്നത് നമ്മുടെ ദുർഗാദേവിയുടെ വാഹനമായ കടുവ. അതാണ് ഇതിനകത്ത് പുലിദൈവം എന്ന് പറയുന്നത്. പിന്നെ മായാരൂപൻ എന്ന് പറഞ്ഞിട്ട് വൃദ്ധനായ ആളെയും കാണിക്കും. ഇവരുടെ രണ്ടുപേരുടെയും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കറക്റ്റായിട്ട് ആൾക്കാരെ അവരുടെ ഡെസ്റ്റിനിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ജന്മ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് മാത്രമാണ്. ഇവരുടെ ആദ്യത്തെ ഉദ്ദേശം ശിവന്റെ ധ്യാനത്തിന് ഒരു പ്രശ്നവും വരാതെ നോക്കണം എന്നുള്ളതായിരുന്നെങ്കിലും പിന്നീട് അത് അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മാറുന്നു. അങ്ങനെ ഇവരെ എല്ലാം ഉള്ള ആ സ്ഥലമാണ് കാന്താര അഥവാ ദൈവത്തിന്റെ പൂന്തോട്ടം. സ്പോയിലർ ആവാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരാളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരാണെന്ന് മനസ്സിലായെങ്കിൽ ഈ സിമ്പിൾ കമന്റ് ഇട്ടാൽ മതി. കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കിട്ടില്ല VFX.